ലിയോ ചേർത്തല മതിലകം ലിറ്റിൽ ഫ്ലവർ UP സ്കൂളിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഹലോ പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ശുഭദിനാശംസകൾ. ഇന്ന് നവംബർ 14 ശിശുദിനം. നിങ്ങൾ ഒരു വർഷത്തെയാണ് മുന്നിൽ കാണുന്നതെങ്കിൽ കൃഷി ചെയ്യുക. നിങ്ങൾ 10 വർഷത്തെയാണ് മുന്നിൽ കാണുന്നതെങ്കിൽ ഒരു വൃക്ഷത്തൈ നടുക. ഇനി ഒരു നൂറ്റാണ്ടിനെയാണ് മുന്നിൽ കാണുന്നതെങ്കിൽ കുട്ടികളെ നന്നായി വളർത്തുക. ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകളാണിത്. കുട്ടികളെ ഏറെ ഇഷ്ടപ്പെടുന്ന, അവരുടെ കൂട്ടുകാരനായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് നാം ശിശുദിനമായി ആചരിക്കുന്നത്. ഈ ദിനാചരണത്തിൽ ഏവർക്കും എൻ്റെ ഹൃദ്യമായ സ്വാഗതം. കുട്ടികൾക്ക് എന്നെ വളരെ ഇഷ്ടമാണ്, അതുകൊണ്ട് അവരെന്നെ ചാച്ചാജി എന്നാണ് വിളിച്ചിരുന്നത്. Respected teachers and my dear friends, first I wish you all very happy Children's Day. Children's Day is celebrated on 14th November every year in India. It is the birth anniversary of Pandit Jawaharlal Nehru. Pandit Nehru was the first Prime Minister of Free India. He was born in Allahabad, India in 1889. Nehru was the son of Motilal Nehru and Swarup Rani Nehru. He was very brilliant, so he named Jawaharlal. He loved children very much. He compared children with the buds of flowers. Children fondly called him Chacha Nehru. Children's Day is very happy day for children. It is also called Bal Divas. On this day, schools and colleges organize various events like dance, drama, music, speech, essay writing, etc. Competition for children. Children take part in these activities and enjoy it. Sweets, books and gifts are distributed by the school to each and every child. Nehru said that children are the wealth of country. He was also a great writer. He gave good advice to children. He died at the age of 74 at New Delhi. Children's Day is a great day to take forward Nehru's dream in the education of the children so that they can be valuable citizens of nation. Thank you. Jai Hind. ഞാൻ ജവഹർലാൽ നെഹ്റു 1889 നവംബർ 14 ഉത്തർപ്രദേശിലെ അലഹാബാദിൽ ആനന്ദ് ഭവനിൽ മോത്തിലാൽ നെഹ്റുവിൻ്റെയും സ്വരൂപ റാണിയുടെയും മകനായി ജനിച്ചു. കുട്ടികളെ, നിങ്ങളെ എനിക്ക് ഏറെ ഇഷ്ടമാണ്. കുട്ടികളോട് കൂട്ടുകൂടാൻ എനിക്ക് എന്ത് ഇഷ്ടമാണെന്നോ. കുട്ടികളെ, നിങ്ങളാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭാവി വാഗ്ദാനങ്ങൾ. പോലുള്ള മനസ്സാണ്, പുഞ്ചിരിയോടെ നടപ്പാണ്, തലയിൽ തൊപ്പി ധരിച്ച് നാടിൻ തലവര മാറ്റിയ നെഹ്റുജി. സ്വതന്ത്രവാദ സ്വപ്നത്തെ സ്വർണ്ണച്ചിറകിലുയർത്തിയവൻ. കുട്ടികളെക്കാളിൽ ഇഷ്ടം കഷ്ടത കണ്ടാൽ അവിടത്തും. ഭാഗ്യം നമ്മുടെ നാടിൻ്റെ ഭാവി ഉയർത്തിയ നെഹ്റുജി. വെള്ളക്കാരുടെ ഭരണത്തെ വെട്ടിയെറിഞ്ഞൊരു പടവീരൻ. ഭാരത മണ്ണിൻ രക്ഷയ്ക്കായി ഗാന്ധിക്കൊപ്പം പോരാടി. ഭാരത മണ്ണിൻ രക്ഷയ്ക്കായി ഗാന്ധിക്കൊപ്പം പോരാടി. എൻ്റെ വിനീതമായ നമസ്കാരം. കൂട്ടുകാരെ, ആദ്യമായി എല്ലാവർക്കും എൻ്റെ ശിശുദിനാശംസകൾ നേർന്നുകൊള്ളുന്നു. കുട്ടികളെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് നവംബർ 14. ഓരോ രാജ്യത്തിൻ്റെയും സമ്പത്ത് കുട്ടികളാണ്. എഴുത്തുകാരനും രാഷ്ട്രീയ ചിന്തകനുമായിരുന്ന അദ്ദേഹം കുട്ടികളുടെ കൂടെ ചിലവഴിക്കാൻ സമയം കണ്ടെത്തിയിരുന്നു. കുട്ടികൾ സ്നേഹത്തോടെ അദ്ദേഹത്തെ ചാച്ചാജി എന്നാണ് വിളിച്ചിരുന്നത്. ഇന്നത്തെ കുട്ടികൾ നാളത്തെ ഇന്ത്യ എന്ന് വിശ്വസിച്ചിരുന്ന അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി നവംബർ 14 ശിശുദിനമായി ആഘോഷിക്കുന്നു. ബാലവേലയ്ക്കും മാനസികവും ശാരീരികവുമുള്ള പീഡനങ്ങൾക്ക് ഇരയാകുന്ന കുട്ടികൾ ഇന്നും നമ്മുടെ ഇടയിലുണ്ട് എന്ന സത്യം എല്ലാവരെയും വേദനിപ്പിക്കുന്നു. ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളിൽ നല്ല ശീലം വളർത്തിയെടുക്കണം. കുട്ടികളെ കുഞ്ഞുങ്ങളായി കണ്ടുകൊണ്ടാവണം ഓരോ ശിശുദിനവും.
ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ശിശുദിനാശംസകൾ നേർന്നുകൊള്ളുന്നു. ജയ് ഹിന്ദ്. നമസ്കാരം, ഞാൻ ഇന്നിവിടെ പാടാൻ പോകുന്നത് ശിശുദിനത്തെ കുറിച്ചൊരു പാട്ടാണ്. നെഹ്റുവിൻ്റെ ജന്മനാൾ നാം നമിക്കും നല്ല നാൾ, നമ്മിലുള്ള തിന്മ മാറ്റി നന്മ നൽകും പുണ്യനാൾ. നെഹ്റുവിൻ്റെ ജന്മനാൾ നാം നമിക്കും നല്ല നാൾ, നമ്മിലുള്ള തിന്മ മാറ്റി നന്മ നൽകും പുണ്യനാൾ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നവംബർ 14 ശിശുദിനം, അതായത് നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം. 1889 നവംബർ 14 മോത്തിലാൽ നെഹ്റുവിൻ്റെയും സ്വരൂപ് റാണിയുടെയും മകനായി ജനിച്ചു. അദ്ദേഹത്തിന് കുട്ടികളെ വളരെയേറെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ത്യക്കാർ നവംബർ 14 ശിശുദിനമായി ആചരിക്കുന്നത്. കുട്ടികൾക്ക് അദ്ദേഹത്തെയും വളരെയേറെ ഇഷ്ടമായിരുന്നു. കുട്ടികളുടെ പല കാര്യങ്ങളിലും അദ്ദേഹം വളരെയേറെ ശ്രദ്ധിച്ചിരുന്നു. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. കുട്ടികൾ സ്നേഹത്തോടെ ജവഹർലാൽ നെഹ്റുവിനെ ചാച്ചാജി എന്ന് വിളിക്കുമായിരുന്നു. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞതിനു ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി മരണം വരെ കഴിഞ്ഞു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.